ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളപ്പോൾ പതിവ് പോലെ ഇന്ന് കോസ്കോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു ട്രഡീഷൻ പോലെയാണ് കോസ്കോ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം പിള്ളേർക്കും കോസ്കോയിൽ ഷോപ്പിങ്ങിന് വരാൻ ആക്ച്വലി ഇഷ്ടമാണ്. ഒന്ന് ഇങ്ങനെ അവർക്കിഷ്ടമുള്ള കുറേ സാധനങ്ങളൊക്കെ കാണാനും പിന്നെ അത് നമ്മളെ കൊണ്ട് ആ ഒരു നാക്കിൽ മേടിപ്പിക്കാനും അതൊക്കെ അവർക്കൊരു ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ കോസ്കോയിൽ ഈ സാമ്പിൾസ് ഉണ്ടാവും. അപ്പോൾ ആ സാമ്പിൾസ് ട്രൈ ചെയ്യാനും പിന്നെ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മളെ കൺവിൻസ് ചെയ്ത് മേടിപ്പിക്കുക, ഇതാണ് അവരുടെ മെയിൻ ഒരു ടാസ്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ 3 കുട്ടികളെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ കോസ്കോയിൽ കയറി. പിന്നെ ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു പോകുന്ന ആൾക്കാർക്കറിയാം, ഒരു വെയർ ഹൗസ് ആണല്ലോ. അപ്പം അങ്ങനെ ഭയങ്കര ഫാൻസി സെറ്റപ്സ് ഒന്നും അല്ല. എല്ലാം ഇങ്ങനെ അവിടെയും ഇവിടെയും ഒരുപാട് ഇങ്ങനെ അയൽസൊന്നും ഡിഫറൻസിയേഷനൊന്നും ഇല്ല. പിന്നെ നമ്മൾ സ്ഥിരമായിട്ടൊരു ഷോപ്പിൽ തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്കെല്ലാം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ക്ലോത്ത്സിൻ്റെയും ഷൂസിൻ്റെയും ഒക്കെ സെക്ഷനിൽ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമ്മർ ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ എന്ന് തോന്നുമായിരുന്നു. അപ്പം തന്നെ ഫോൾ ജാക്കറ്റ്സും കാര്യങ്ങളും എല്ലാം വന്നു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ സമ്മർ ആയിരുന്നപ്പോൾ ഭയങ്കര ചൂടും ഇപ്പം ഫോളിലേക്ക് അടുക്കാറായപ്പോഴത്തേക്കിന് മഴയും തണുപ്പും ഒക്കെ ആയിട്ട് വീണ്ടും തണുപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഒരു ഷൂ വേണമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഷൂസ് നോക്കി. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ കാണുന്ന സെക്ഷനാണ് നമുക്കൊന്ന് പാസ് ചെയ്ത് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു സെക്ഷൻ. അതായത് ടോയ്സിൻ്റെ സെക്ഷനാണ്. ഇവിടെ കുറേ വെറൈറ്റി ഓഫ് ടോയ്സ് ഉണ്ട്. എപ്പോഴും ഈ പറയുന്ന ലേഗോസും റേസ് കാർസും അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ മിക്കവാറും കാണും. പിന്നെ സീസൺ അനുസരിച്ചിട്ട് വാട്ടർ ടോയ്സ്, വാട്ടർ ടേബിൾ, പിന്നെ വാട്ടർ ഗൺസ് അങ്ങനത്തേതൊക്കെ ആയിരുന്നു ഈ കുറച്ച് നാളുകൾ വരെ. ഇപ്പോഴും അതിൻ്റെ കുറച്ച് ഉണ്ട്, ബട്ട് അതൊക്കെ ഇനിയും സെയിലിന് വരുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെവിടെ ഇങ്ങനെ സ്റ്റക്കാക്കി നിൽക്കാനായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തും. പക്ഷേ അവിടെ നിന്ന് ഒരു വിധത്തിൽ നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്ത് വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ടോയ്സ് ഇവിടെ അത്യാവശ്യം കുറച്ചധികം നല്ല കളക്ഷൻസ് തന്നെ ഉണ്ട്. ടോയ്സ് ആണെങ്കിലും ഇതുപോലെ ബൈക്സ്, ബാലൻസ് സ്കൂട്ടേഴ്സ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒരുമാതിരി ഉണ്ട്. പിന്നെ ഇതൊക്കെ ഔട്ട്ഡോർ ഫർണിച്ചേഴ്സിൻ്റെയൊക്കെ ആ ഒരു സീസൺ ഇപ്പം കഴിയാറായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ഏരിയ ഫുള്ള് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് ആ ഒരു ഹോളിഡേ സീസൺ ആകുമ്പോഴത്തേക്കിന് ഹോളിഡേ ഡെക്കറേഷൻസ് ആയിരിക്കും. പിന്നെ ഈ പറയണ പോലെ ബെഡാണെങ്കിലും അല്ലെങ്കിൽ ഷെൽഫിങ് യൂണിറ്റ്സ്, അങ്ങനെ കോസ്കോയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഐറ്റംസും നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ആകെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നുള്ള സെയിം ഐറ്റംസ് പിന്നീട് വരുമോ അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. എപ്പോഴും പുതിയ പുതിയ സാധനങ്ങളായിരിക്കും മിക്കവാറും. പിന്നിപ്പോൾ ഓഗസ്റ്റ് ആയതേ ഉള്ളെങ്കിലും ഹാലോവിൻ ഡെക്കറേഷൻസൊക്കെ വന്നു തുടങ്ങി. അതുപോലെ വേറൊരു വലിയൊരു സംഭവമാണല്ലോ ഇപ്പം ഹാലോവിൻ കോസ്റ്റ്യൂംസൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഈ പറയുന്ന പോലെ ഹാലോവിൻ കോസ്റ്റ്യൂംസ് ആണെങ്കിലും ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കോസ്കോയിൽ കാണത്തില്ല. പക്ഷേ ഉള്ളത് മറ്റുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ഹാലോവിൻ കോസ്റ്റ്യൂംസൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ കാണുമ്പോൾ ഭയങ്കര പുവർ ക്വാളിറ്റി ആയിരിക്കും. പക്ഷേ കോസ്കോയിലേത് അത്യാവശ്യം മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് ഫുൾ പ്രൈസിനാണ്. എനിക്ക് തോന്നുന്നു 39.99 ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഇപ്പോൾ പ്രൈസ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി കണ്ട് പതിയെ അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ തുടങ്ങി. എന്തായാലും നമ്മളിപ്പം ഹാലോവിൻ കോസ്റ്റ്യൂം ഒന്നും മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് എല്ലാം നോക്കി കണ്ട് കേട്ട് പോകുന്നു. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ സ്ഥിരമായിട്ട് കോസ്കോയിൽ നിന്ന്
മേടിക്കുന്ന ഒരു ഐറ്റമാണ് ഫ്രൂട്ട്സ്. പിന്നെ ഫ്രൂട്ട്സ് മേടിക്കുമ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, നമുക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇവർക്ക് ഒരു പ്രാവശ്യം മേടിക്കുമ്പം ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ പിന്നെയും വെരി നെക്സ്റ്റ് ടൈം മേടിക്കുക. ചില സാധനങ്ങൾ അവർക്ക് ഓൾ ടൈം ഫേവറേറ്റാണ്, എപ്പോൾ മേടിച്ചാലും ഇഷ്ടമാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ കുഴപ്പമില്ല. പക്ഷേ ട്രയൽ ബേസിസിൽ മേടിക്കുന്ന ചില സാധനങ്ങൾ നമ്മളങ്ങനെ മേടിക്കുമ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം അവർ തന്നെ പറയും അത് മേടിക്കണം എന്ന്. പക്ഷേ മേടിച്ച് കഴിയുമ്പോൾ ആർക്കും അത് വേണ്ടായിരിക്കും. അത് കോസ്കോയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണല്ലോ. അപ്പോൾ താല്പര്യമില്ലാണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും മേടിക്കുമ്പം നമുക്ക് തീരുന്ന കോൺഫിഡൻസ് ഉള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ കോസ്കോയിൽ നിന്ന് മേടിക്കത്തുള്ളൂ. ആദ്യമേ സ്ഥിരമായിട്ട് പറ്റിക്കൊണ്ടിരുന്ന അബദ്ധമായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് നമ്മൾ പഠിച്ചു. അതുപോലെ ഈ സ്വീറ്റ് ഐറ്റംസ് നമ്മൾ മാക്സിമം കോസ്കോയിൽ നിന്ന് മേടിക്കുന്നത് അവോയ്ഡ് ചെയ്യാറുള്ള കാര്യമാണ്. പിന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വൺസ് ഇൻ എ വൈൽ വല്ലതും മേടിക്കും, അങ്ങനെ മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇത് ബൾക്ക് ക്വാണ്ടിറ്റി ആയത് കാരണം നമ്മൾ മേടിച്ച് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരിതും ഉണ്ടാവില്ല, എല്ലാവരും കഴിക്കും. പിന്നെ ഉള്ള മെയിനായിട്ട് നമ്മൾ മേടിക്കുന്നൊരു സാധനമാണ് ഈ പറയുന്ന ഫിഷ്, അതുപോലെ നമ്മുടെ ബീഫ്, പിന്നെ ചിക്കൻ ആണെങ്കിലും. ചിക്കൻ ഒരിടയ്ക്ക് നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് മേടിക്കുമായിരുന്നു, പക്ഷേ ചിക്കൻ ബ്രസ്റ്റിനെക്കാട്ടിലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് തൈസ് തന്നെയാണ്. ആ ഒരു ജ്യൂസി ആയിട്ടൊക്കെ കിട്ടണമെങ്കിൽ തൈസാണ് കുറച്ച് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുപോലെ സ്ഥിരം ഐറ്റംസാണ് പാല്, മുട്ട, പിന്നെ മീറ്റ് ഐറ്റംസ്, ഫിഷ്, പ്രോട്ടീൻ. ഇതാണ് നമ്മൾ സ്ഥിരം കോസ്കോയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത്. പിന്നെ ആൽമണ്ട് ഫ്ലോർ, അതുപോലെ എണ്ണ, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുന്നതിനനുസരിച്ച് കോസ്കോയിൽ നിന്ന് തന്നെ സ്റ്റോക്ക് ചെയ്യാറുള്ള സാധനങ്ങളാണ്. ബിക്കോസ് ക്വാണ്ടിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ആ പ്രൈസിൽ അത് ഭയങ്കര വർത്തായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തായാലും പിള്ളേരെയും കൊണ്ട് വന്നെങ്കിലും സക്സസ്ഫുള്ളായിട്ട് അധികം ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും മേടിക്കാതെ കോസ്കോ ഷോപ്പിംഗ് നമ്മൾ പതിയെ അവസാനിപ്പിച്ചു. പിന്നെ ലിക്കർ സ്റ്റോറ്, ഇത് എനിക്ക് വലിയ പരിചയമുള്ള ഏരിയ അല്ല, പക്ഷേ എന്തെങ്കിലും നമുക്കിങ്ങനെ പാർട്ടിയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമുള്ള സമയത്ത് നല്ലൊരു ഓപ്ഷനാണ് ഈ കോസ്കോയിലെ ലിക്കർ സ്റ്റോർ എന്ന് പറയുന്നത്. കാരണം ആ ക്വാണ്ടിറ്റിക്ക് ആ പ്രൈസ് ഭയങ്കര നല്ല ഡീലാണ്. പക്ഷേ അധികം ഡ്രിങ്ക്സ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർ കോസ്കോയിൽ നിന്ന് മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് വലിയ ക്വാണ്ടിറ്റിയെ കിട്ടത്തുള്ളല്ലോ. അപ്പം അത് അത്രയ്ക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കത്തില്ല. എന്തായാലും ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ, പല ഡിഫറെൻറ്റ് വെറൈറ്റീസ്, ബിയർ ആയാലും അല്ലെങ്കിൽ വൈനായാലും അല്ലാത്ത വോഡ്ക ആണെങ്കിലും. പിന്നെ ഇത് നമ്മൾ മേടിച്ച സാധനങ്ങളുടെ ഒരു ചെറിയ സ്നേക്ക് പീക്കാണ്. ഈ ചിക്കനും ഈ ടോട്ടിയ റാപ്സും നമ്മൾ വന്നപ്പോൾ തന്നെ ആക്ച്വലി അത് എടുത്തു. പിന്നെ കുറച്ച് ചിക്കന്, അതുപോലെ സാമൺ, മഷ്റൂംസ്, പിന്നെ സ്ഥിരം സ്റ്റാപ്പിൾസാണ് ഇതൊക്കെ. ചിക്കൻ, ഫിഷ്, എഗ്ഗ്, പിന്നെ ക്യാരറ്റ്സ് ഞങ്ങൾ സാധാരണ കോസ്കോയിൽ നിന്ന് മേടിക്കാറുണ്ട്. അത്യാവശ്യം നമുക്ക് മൂവിങ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണത്. പിന്നെ ചെറി ടൊമാറ്റോസൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മേടിക്കാറുണ്ട്. അതുപോലെ ആൽമണ്ട് ഫ്ലോർ ആണെങ്കിലും ഞാൻ പിള്ളേർക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ബ്രെഡ്, ഇത് മക്കൾക്ക് ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചൊരു തെർമൽ കണ്ടെയ്നറാണ്. പിന്നെ ബട്ടറും ഞാൻ സാധാരണ കോസ്കോയിൽ നിന്ന് തന്നെയാണ് എപ്പോഴും മേടിക്കാറുള്ളത്. പിന്നെ ഓരോരോ നട്ട്സ് തീരുന്നതിൻ്റെ അനുസരിച്ച് കാഷ്നട്ട്, ആൽമണ്ട്സ്, അങ്ങനെ എന്തെങ്കിലും ഒരു 1-2 നട്ട്സ് എപ്പോഴും സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്യാറുണ്ട് അങ്ങനെ. പിന്നെ ഇടയ്ക്കൊക്കെ അവർ ചോദിക്കുമ്പം ഇങ്ങനെ എന്തെങ്കിലും ബാർ, പിന്നെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു 1-2 ഫ്രൂട്ട്സ് നമ്മൾ മേടിക്കാറുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ സീസണാണ്. സീസണലായിരിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രൈസ് വൈസും കുറച്ച് ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ കോസ്കോയിൽ പോയി വന്നു കഴിഞ്ഞ്
ഇദ്ദേഹം ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. ഇപ്പോൾ ഇതേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഉറക്കപ്പീച്ചിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചപ്പോഴാണ് ഈ 1-2 സാധനങ്ങൾ കാണിക്കാനായിട്ട് മറന്നുപോയി എന്ന് ഞാൻ ഓർത്തത്. അപ്പം ഇത് നമ്മുടെ ഒരു പാത്രം കഴുകുന്ന സ്ക്രബാണ്. ഇതിൻ്റെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇച്ചിരി മോയിസ്റ്റ് ആയിട്ടിരുന്നാലും പെട്ടെന്ന് സ്മെല്ലൊന്നും വരത്തില്ല. നമ്മളിപ്പോൾ ഡോളറാമേന്നും അങ്ങനെയൊക്കെ ഉള്ളത് മേടിക്കുമ്പം പെട്ടെന്ന് ഭയങ്കര ചീത്ത സ്മെല്ല് വരുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം നല്ലതായിട്ട് തോന്നി. പിന്നെ ഇത് ജസ്റ്റ് നമ്മുടെ റേസേഴ്സ് ആണ്. ഇത് 28 പാക്കിൻ്റെ ആണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട് ഈ കോസ്കോയിൽ നിന്ന് മേടിക്കുന്നത് ഭയങ്കര നല്ലൊരു വാല്യൂ ആയിട്ട് തോന്നിയിട്ടുണ്ട്, വർത്തായിട്ട് തോന്നിയിട്ടുണ്ട്. അതേപോലെ ഈ സാധനം ഞാൻ കാണിച്ചതായിരുന്നു. ഇത് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ച തെർമൽ കണ്ടെയ്നറാണ്. സോ ഇതായിരുന്നു മോൻ ലാസ്റ്റ് ടൈം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാരോ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ റൈസ് അല്ലെ പാസ്ത അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തു വിടുമ്പോഴത്തേക്കിന് മോൻ എപ്പോഴും അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുമായിരുന്നു. അപ്പം അങ്ങനെ ഒരു വൈഡായിട്ടുള്ള കണ്ടെയ്നർ നോക്കി ഇരുന്നപ്പോഴാണ് ഇതിങ്ങനെ കണ്ടത്. പിന്നെ അതുമല്ല നമ്മളിപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ ഈ കണ്ടെയ്നേഴ്സിന് സെയിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ മേടിച്ചത് 2 എണ്ണത്തിനും കൂടി $23 എന്തോ $5 or $6 എന്തോ ഓഫ് ഉണ്ടായിരുന്നു. അപ്പം അതൊരു നല്ല ബൈ ആയിട്ട് തോന്നി. പൊതുവേ ഇതിനകത്ത് ഞാൻ ലൈക്ക് ബോയിൽഡ് വാട്ടർ ഒന്നും ഒഴിച്ചിട്ടൊന്നും അല്ല, തിളച്ച വെള്ളത്തിൽ അങ്ങനെ ഒഴിച്ചു വെച്ചിട്ടൊന്നും അല്ല കൊടുത്തു വിടാറുള്ളത്. നോർമലി തന്നെ നല്ല ചൂടോടെ ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 12-12:30 ആകുമ്പോൾ ലഞ്ച് കഴിക്കുന്ന സമയം വരെ വാം ആയിട്ടുണ്ടാവും എന്നാണ് മോൻ പറയാറുള്ളത്. അപ്പം അത് ഇൻസുലേഷൻ വൈസ് നല്ലതാണ്. പിന്നെ ഇത് ഇച്ചിരൂടെ വൈഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും കഴിക്കാനും എന്ന് തോന്നുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ കോസ്കോയിൽ നിന്ന് മേടിച്ച സാധനങ്ങൾ. അപ്പം കോസ്കോ വർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും നമ്മൾ മേടിക്കുന്ന സാധനങ്ങളുടെ അനുസരിച്ചിരിക്കും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു 5 പേരുള്ള ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളപ്പം ഫ്രൂട്ട്സ്, സ്നാക്സ് ഇതൊക്കെ നമുക്ക് എപ്പോഴും ലൈക്ക് ക്വാണ്ടിറ്റി അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളാണ്. ഈവൻ പ്രോട്ടീൻ ചിക്കനൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ കോസ്കോയിൽ നിന്നുള്ള ആ ഒരു വലിയ പാക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്കിലേക്ക് അതിനെ ഫല്ലാന്ന് തന്നെ പറയണം. അപ്പോൾ അങ്ങനത്തെ കേസിൽ നോക്കുമ്പോൾ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ ചൂസിയായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ കോസ്കോ വർത്ത് ആണെന്ന് പറയും. പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ലിസ്റ്റുമായിട്ട് പോയാലും കോസ്കോയിൽ ചെന്ന് നമ്മൾ ഓരോരോ സാധനങ്ങൾ കാണുമ്പോഴത്തേക്കിന് നമുക്ക് ആവശ്യം ഉള്ളതല്ലെങ്കിൽ പോലും അവിടെ ചെന്നത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതായിട്ട് തോന്നും. എസ്പെഷ്യലി ക്ലോത്ത്സിൻ്റെ കാര്യം, ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് നോക്കുമ്പോൾ നമുക്ക് നല്ല വാല്യൂ ആണെന്ന് തോന്നുമ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പോലും നമ്മൾ പലതും മേടിച്ചു പോകും. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ നമ്മൾ ഈ സ്നാക്സ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് മേടിക്കുമ്പോൾ ജസ്റ്റ് കണ്ടിട്ട് മാത്രം മേടിക്കും. അപ്പോൾ അത് കൂടുതലും വലിയ പാക്കും കൂടെ ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്കത് മേടിച്ചിട്ട് വീട്ടിൽ വരുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല, പിന്നെ അത് കഴിക്കത്തില്ല. അപ്പം അതൊരു പ്രശ്നമാണ്. പക്ഷെ അതിന് വേറൊരു നല്ല കാര്യമുണ്ട്. കോസ്കോയിൽ ഈ സാമ്പിളിംഗ് പരിപാടി ഉള്ളതുകൊണ്ട് സാമ്പിൾസ് ടെസ്റ്റ് ചെയ്തിട്ട് മേടിക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ പിന്നെ തീരാൻ വലിയ പാടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ നോക്കിയിട്ട് കോസ്കോ വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മേടിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും വർത്താണോ അല്ലയോ എന്നുള്ളത്. അപ്പം അതായിരുന്നു ഇന്നത്തെ ഒരു കോസ്കോ ഷോപ്പിങ്ങും സാധനങ്ങളും എല്ലാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ.